സ്വന്തം ഭൂമിയിലും വിഭവങ്ങളിലും അധിഷ്ഠിതമായി ജീവിക്കാൻ കഴിയാത്തപ്പോൾ നാം യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. അതാണ് ഇന്നത്തെ പ്രമേയം. സസ്റ്റൈനബിൾ ഹാംലെറ്റ്സ് റീസ്റ്റോർ ലൈഫ് ത്രൂ സെൽഫ് റിലയൻസ് ആൻഡ് കമ്മ്യൂണിറ്റി ലിവിംഗ്. സുസ്ഥിര കുടിയിരിപ്പുകളിലൂടെ ജീവിത പുനഃസ്ഥാപനം. ഒരു സുസ്ഥിര ഊര് ആരംഭിക്കാൻ ആവശ്യമായ അടിസ്ഥാന ഘടന എന്താണ്? ഭക്ഷണം, വെള്ളം, ഉൽപാദനം എന്നിവയിൽ സ്വാശ്രയത്വം എങ്ങനെ സ്ഥാപിക്കാം? കൂട്ടായ ജീവിതവും സഹവാസവും സുസ്ഥിരതയെ എങ്ങനെ ഉറപ്പാക്കുന്നു? ഇതാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ. ഏവർക്കും നമസ്കാരം. സുഖമായിരിക്കട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണ് ഒരു ഇക്കോ വില്ലേജ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചു. ഇക്കോ വില്ലേജ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷെ അതിലേക്ക് എങ്ങനെയാണ് എത്തുക? അപ്പോ ഇത് ആദ്യം സ്ഥാപിക്കാൻ ഏറ്റവും എളുപ്പം ഇതിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ആരെങ്കിലുമൊക്കെ അവരുടേതായിട്ടുള്ള ഒരു സുസ്ഥിര കുടിയിരിപ്പ് ഊര് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിലൂടെയാണ് ജീവിതത്തിന്റെ പുനഃസ്ഥാപനം നമുക്ക് തുടങ്ങി വെക്കാൻ പറ്റുക. എന്നുവെച്ചാൽ ചെറിയൊരു സ്ഥലം കണ്ടെത്തി അവിടെ നമ്മൾ ചെയ്തു തുടങ്ങുന്നു. നമ്മൾ ഈ പറയുന്ന ഒരു വലിയ പ്രോസസ്സിലൂടെ കടന്നു പോവുക എന്നുള്ളത് ചിലപ്പോൾ നിന്ന് നിപ്പിൽ സാധ്യമല്ല. അപ്പോ അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കം എന്നുള്ള രീതിയിൽ ഒരു കുടിയിരിപ്പ് അല്ലെങ്കിൽ ഊര് എന്ന് പറയുന്ന ഒരു 4, 5, 8 കുടുംബങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന, പരമാവധി ഒരു 30 പേർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സംവിധാനത്തിലേക്കുള്ള ചുവടുവെപ്പ്. 30 പേര് ചേർന്ന് ജീവിക്കുക എന്നുള്ളതൊന്നും തുടക്കത്തിൽ നടക്കില്ല. ആദ്യം ഒറ്റയ്ക്കൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അതിലേക്കുള്ള കാൽവെപ്പ് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഇവിടെ ആലോചിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സുസ്ഥിര ജീവനം എന്ന് പറയുന്നത് അതൊരു ആശയം മാത്രമല്ല, അതൊരു ജീവിത ഘടനയാണ്. ഡീപ്പ് ഇക്കോളജി അനുസരിച്ച് മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്. മനുഷ്യനും പ്രകൃതിയും എന്ന് പറയുന്ന 2 എൻറ്റിറ്റികളല്ല. പ്രകൃതി എന്ന് പറയുന്ന എൻറ്റിറ്റിക്ക് അകത്തെ ഒരു ഘടകമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ ഊരെന്ന് പറയുന്നത് ആ പ്രകൃതിയുടെ ഭാഗമായിരിക്കാനുള്ള ഒരു മെക്കാനിസമാണ്. ഊര് ഒരു പ്രദേശം, ചെറിയൊരു പ്രദേശം. ആ പ്രദേശം നമ്മൾ പ്രകൃതിയുടെ ഭാഗമായി ജീവിച്ചു പോകാനുള്ള ഒരു ചെറിയ സംവിധാനമായി നമ്മൾ കരുതുന്നു. നമ്മുടെ ഈ ആശയങ്ങളെല്ലാം അവിടെ നമ്മൾ കാണുന്നു, അവിടെ നമ്മളെ സന്നിവേശിപ്പിക്കുന്നു. ഇതാണ് ഊരെന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് കടക്കുക? നമുക്കൊരു 2-2.5 ഏക്കർ സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. അത് സ്വായത്തമാക്കണം. ഒന്നുകിൽ ലീസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളത് വാങ്ങുകയോ ചെയ്യുക തന്നെ വേണം. ഒരു 2 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിലാണെങ്കിൽ ഒരു ഹാംലെറ്റ് ഉണ്ടാക്കാൻ കഴിയും. കാരണം വെച്ചാൽ അവിടുത്തെ മൈക്രോ ക്ലൈമറ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഒരു സ്വതന്ത്ര സത്തയായിട്ട്, അത് സ്വാശ്രയ സത്തയായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ 2-2.5 ഏക്കർ സ്ഥലങ്ങൾ ഉണ്ടെങ്കിലാണ് അത് നമുക്ക് മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുക. അവിടുത്തെ നമ്മൾ ഈ സ്വന്തമാക്കുന്ന അല്ലെങ്കിൽ സ്വായത്തമാക്കുന്ന ആ ഭൂമിയുടെ ഘടനയ്ക്കനുസരിച്ചുള്ള ഒരു ഡിസൈൻ അവിടെ ഉണ്ടാക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ എവിടെ എന്തു വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ, അത് പ്രത്യേകിച്ച് എവിടെയാണ് ജലം, നീരൊഴുക്ക് എങ്ങനെയാണ്, അതിനനുസരിച്ച് നമ്മളവിടെ കിണർ, കുടിവെള്ളം എവിടെയാണ് കിട്ടുക, പിന്നെ ജലം വിതരണം ചെയ്യണമെങ്കിൽ ഉയർന്ന ഭാഗം ഏത്, അവിടേക്ക് വെള്ളം എത്തിക്കാൻ ഒരു ഗ്രാവിറ്റി ടാങ്ക് ഉണ്ടെങ്കിൽ ആ ടാങ്കിലേക്ക് എങ്ങനെയാണ് വെള്ളം എത്തിക്കുക, അവിടെ നിന്ന് എല്ലായിടത്തേക്കും എങ്ങനെയാണ് സപ്ലൈ ചെയ്യുക, അവിടേക്ക് പാകത്തിൽ കുളം ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ പ്രാഥമിക താമസം ഒരുക്കണം. നമ്മളവിടെ ചെന്ന് നിന്നിട്ട് വേണമല്ലോ കാര്യങ്ങൾ ചെയ്യാൻ. വികസിപ്പിക്കുന്നതൊക്കെ പിന്നീടാണ്. അപ്പോൾ ആ ഒരു പ്രാഥമിക താമസം ഒരുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പൊതു അടുക്കള വേണം. അടുക്കള എന്നുള്ള വീടിനോട് ചേർന്നിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് നമ്മൾ വീടുകളിൽ കാണാറുള്ളത്. ഇതങ്ങനെയല്ല, ഒരു ഊട്ടുപുര, അടുക്കളയും ഊട്ടുപുരയും ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ സംഭരണശാല വേണം. നമുക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സംഭരണശാല.
പശു പരിപാലനത്തിന് വേണ്ടിയിട്ട്. കാരണം ഈ സംവിധാനത്തെ മൊബൈലൈസ് ചെയ്യുന്നതിൽ പശുവിന്റെ ചാണകം, മൂത്രം തുടങ്ങിയ കാര്യങ്ങൾ വേണം. മാത്രമല്ല അവിടെ മനുഷ്യരുടേതല്ലാത്ത ഒരു 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 ജൈവ ഇടപെടൽ ഉണ്ടാകേണ്ടതിനായിട്ട് ഒരു പശുക്കളുടെ ഒരു ചെറിയ സംവിധാനം ഉണ്ടാവണം. അപ്പോ പശുത്തൊഴുത്ത് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവണം. പിന്നെ ഈ ഇക്കോ വില്ലേജ് സംവിധാനം മൊത്തം മൊബിലൈസ് ചെയ്ത് തുടങ്ങുന്നതിന്റെ തുടക്കം എന്ന രീതിയിൽ ഒരു തൈത്തോട്ടം, ഒരു നഴ്സറി ഉണ്ടാവുക എന്നുള്ളതാണ് പിന്നീടുള്ള ഒരു കാര്യം. അവിടെ പിന്നെ ഈ സ്വാശ്രയത്വം എന്നുള്ളതിലേക്ക് എത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് ആദ്യം സ്വാശ്രയത്വം ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇലക്കറികളും ഫലവൃക്ഷങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഫലവൃക്ഷങ്ങളിൽ നിന്നപ്പിൽ ഉണ്ടാവുന്നതല്ല. പക്ഷെ ഫലവൃക്ഷത്തോട്ടത്തിനുള്ള ഒരുക്കം നമ്മൾ തുടക്കത്തിൽ തുടങ്ങണം. അപ്പോൾ ഫലവൃക്ഷത്തിന് വേണ്ടിയുള്ള നട്ട് നടപ്പിലാക്കാൻ പാകത്തിലുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് അവിടെ ഫലവൃക്ഷങ്ങൾ അതിനു വേണ്ടിയുള്ള തടങ്ങൾ എടുക്കുക. ആ തടങ്ങളിൽ ഫലവൃക്ഷ ചെടികൾ നടുന്നതിന്റെ ഒപ്പം അവിടെ ധാന്യങ്ങളല്ല പയറുവർഗ്ഗങ്ങളും ഇലക്കറികളും ഉണ്ടാകാനുള്ള സംവിധാനങ്ങൾ അതേ തടത്തിനു ചുറ്റും ചെയ്യുക. തടത്തിനും അതിനു ചുറ്റുമായിട്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ 2-3 മാസം കൊണ്ട് തന്നെ നമുക്ക് ഭക്ഷ്യങ്ങൾ അവിടെ അവൈലബിൾ ആയി തുടങ്ങും. ഈ ഫലവൃക്ഷം ഉണ്ടായി വരാൻ സമയമെടുക്കും. അതിനു മുമ്പ് തന്നെ നമുക്ക് ഈ ഭക്ഷ്യ സ്വാശ്രയത്വത്തിലേക്ക് എത്താൻ പറ്റും. ഇത് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രദേശത്ത് ധാന്യകൃഷി ചെയ്യണം. അവിടെ സീസണലായിട്ട് നമുക്ക് ചെയ്തു പോവാം. ഇപ്പൊ നമ്മൾ നെല്ലാണ് ഉണ്ടാക്കണമെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ഒരു വർഷത്തിൽ എടുക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കം ഒരു വശത്ത് നടത്തുക. പിന്നെ അതാത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പച്ചക്കറികൾ വേറൊരു ഭാഗത്ത് ചെയ്തു തുടങ്ങുക. ഇവിടെ എല്ലാം വെള്ളം എത്തിക്കേണ്ടതുണ്ട്. ഈ വെള്ളം എത്തിക്കേണ്ട വഴികളുണ്ടല്ലോ, ആ വഴികളോട് ചേർന്നിട്ട് വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടു വളർത്തുക. അപ്പോൾ അത് ഇറിഗേഷൻ നടക്കുന്നതിനൊപ്പം അവ സ്വാഭാവികമായിട്ട് വളർന്നോളും. അതേസമയം ബാക്കി നമുക്ക് ഈ കൃഷി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് വെള്ളം എത്തുകയും ചെയ്യും. അവിടെ എല്ലാം ആ ഗ്രീനറി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നും ഉള്ള വിളവെടുപ്പ് എന്നുള്ളത് അതാത് കാലങ്ങളിൽ നടത്തണം. അതിൽ സംഭരിക്കാൻ പറ്റുന്നപ്പോൾ സംഭരിക്കണം. സംഭരിക്കുന്ന കാര്യങ്ങൾ വിൽക്കാൻ പോകരുത്. വിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ അതിനുള്ള സമീപനത്തിൽ മാറ്റം വരും. ഇത് ഈ ഊരിലുള്ളവർക്കും അതുപോലെ മറ്റു ഊരുകൾ എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ തന്നെ വേറൊരു ഊരുണ്ടാവണം എന്നൊന്നും പറയാൻ കഴിയില്ല. അടുത്ത ഗ്രാമീണർക്ക് പതുക്കെ പങ്കിടുക. അവർ കഴിച്ചോട്ടെ. അത് അത്തരം ഒരു പങ്കിടൽ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് തിരിച്ചു പങ്കിടാനുള്ള ഒരു മനോതലം ഉണ്ടായി വരും. ആ പങ്കിടൽ എന്നുള്ള ആശയം നമുക്ക് ആദ്യം ബോധപൂർവം ഇൻകൾക്കേറ്റ് ചെയ്യുക. പിന്നീട് അത് തനിയെ റൈസപ്പ് ചെയ്ത് നിലനിന്നോളും. പിന്നെ ഇപ്പൊ കൃഷിയിടത്തിന്റെ കാര്യം പറയുന്നത് ഭക്ഷ്യ സ്വാശ്രയത്വത്തിന് വേണ്ടിയാണ്. ഭക്ഷണം ഉണ്ടാക്കുന്ന സാധനം ഉണ്ടാക്കി കഴിക്കണമല്ലോ. അപ്പോൾ നമുക്കൊരു പൊതു അടുക്കള ആവശ്യമാണ്. അടുക്കള എന്ന് പറയുന്നത് ഒരു ഉൽപാദന കേന്ദ്രം കൂടിയാണ്. ഭക്ഷണം ഉണ്ടാക്കുക മാത്രമല്ല. സോപ്പുകള്, ഈ സോപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന കെമിക്കൽ സോപ്പല്ല, സോപ്പ് കായ ഉപയോഗിച്ചുകൊണ്ടുള്ള സോപ്പ് സൊല്യൂഷൻ നമുക്ക് അവിടെ ഉണ്ടാക്കും. ഒരു ദിവസം ഞായറാഴ്ച സോപ്പ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. തിങ്കളാഴ്ച എൻസൈമുകൾ ഉണ്ടാക്കുന്നു. ഭക്ഷണ പാകം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സമയമാണ് പറഞ്ഞിട്ടോ. എൻസൈമുകൾ ഉണ്ടാക്കുന്നു. പിന്നെ ഒരു ദിവസം നമുക്ക് അവിടെയുള്ള ചില ഭക്ഷ്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള പാനീയങ്ങൾ ഉണ്ടാക്കുന്നു. പാനീയങ്ങൾ ചപ്പ കുടിക്കാനുള്ള പ്രിസർവ് ചെയ്ത് വയ്ക്കാനുള്ള രീതിയിലുള്ള പാനീയങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ നാടൻ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഓരോ ദിവസവും ആഴ്ചയിലെ 7 ദിവസത്തിൽ ഓരോ ദിവസവും ഓരോ തരം കാര്യങ്ങൾ ഉണ്ടാക്കി എടുക്കുന്ന രീതിയാണ് ഇപ്പോൾ വേണ്ടത്. അപ്പോൾ അടുക്കള എന്നുള്ളത് ഭക്ഷ്യ ഉൽപാദന കേന്ദ്രം എന്നുള്ളതിന് അപ്പുറത്തേക്ക് അത് നമുക്ക് വേണ്ടുന്ന പ്രാഥമിക കാര്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് അത് ഡെവലപ്പ് ചെയ്തു വരും. അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ അത്യന്താധുനിക സൗകര്യങ്ങളും അത്യന്താധുനിക ഉപകരണങ്ങളും അത്യന്താധുനിക സാങ്കേതിക വിദ്യയ്ക്കും പകരം പ്രാദേശികമായിട്ടുള്ള നാടൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അടുപ്പ് കത്തിക്കാൻ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുക്കിംഗ് റേഞ്ച് ഉപയോഗിക്കുന്നതിന് പകരം വിറകടുപ്പ് ഉപയോഗിക്കുക. അവിടെ നമ്മൾ സാങ്കേതിക വിദ്യ ഉപയോഗിക്കണോ? കാറ്റ് നിരന്തരമായി കിട്ടുന്ന രീതിയിൽ ഒരു ഫാനോ അങ്ങനെയുള്ള അവയുടെ സ്വാധീനം ഉണ്ടെന്ന് വെച്ചാൽ ഈ കാർബൺ അധികം ഉണ്ടാകാതെ ഉള്ള വിറകോ
എന്താന്ന് വെച്ചാൽ കത്തുന്നത് പരിപൂർണമായിട്ട് കത്തുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കിപ്പോ പെഡൽ ബേസ്ഡ് ആയിട്ടുള്ള ചവിട്ടുന്ന രീതിയിൽ പഴയ സൈക്കിളുകളൊക്കെ ഉപയോഗിച്ചിട്ട് പെഡൽ ബേസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോ സാധാരണ സൈക്കിളിന്റെ ഈ മറ്റേ മോട്ടോറിന്റെ ഈ ആർമേച്ചറൊക്കെ മാറ്റിയിട്ട് അതിന്റെ ആ റോട്ടർ മാത്രം വെക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി സെൻട്രിഫ്യൂജൽ പമ്പിന്റെ ആ ഭാഗമൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ട് അവിടേക്ക് ഒരു സൈക്കിളിന്റെ ടയർ മുട്ടിച്ചിട്ട് സൈക്കിൾ ചവിട്ടുകയാണെങ്കിൽ ഈ ആർമേച്ചർ കറങ്ങുകയും വെള്ളം മുകളിലേക്ക് കയറുകയും ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞത് റോപ്പ് പമ്പ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് പമ്പിലൂടെ അല്ലെങ്കിൽ പൈപ്പിലൂടെ വെള്ളം കയറിയിട്ട് ടാങ്കിലേക്ക് വെള്ളം വീഴുന്ന സമയത്താണ് റോപ്പ് പമ്പ് എന്നുള്ളത്. 10,000-2000 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ചൈനീസ് സാങ്കേതിക വിദ്യയാണ്. നമ്മളിവിടെ നമ്മുടെ ഗുരുകുലത്തിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത് കൗതുകകരമാണ്. അവ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു പ്രദർശന വസ്തുവായിട്ട് മാറുകയും ചെയ്യും. വരുന്നവർക്കൊക്കെ അത് കൗതുകമായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രചോദനം നൽകാൻ നമുക്ക് കഴിയും. അപ്പോൾ ഈ വരുന്നവർക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ വരുന്നവർ? നമ്മളിവിടെ നമ്മളുടെ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഇതിനോട് സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ സഹവാസങ്ങൾ നമ്മൾ നടത്തുക. മാസത്തിൽ 1-2 തവണ സഹവസിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അവിടെ ലക്ഷ്യമാക്കേണ്ടത് ഈ ആരോഗ്യം. അവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കുമ്പോൾ ആരോഗ്യം മെച്ചപ്പെടുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു പ്രൊപ്പഗാൻഡ നടത്തി കഴിഞ്ഞാൽ കുറച്ചു പേര് അവിടെ വന്ന് താമസിക്കും. അവർക്ക് ശാന്തി നൽകാൻ പറ്റും, അവർക്ക് സന്തോഷം നൽകാൻ പറ്റും. ആ നമ്മുടെ ഈ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് അവരുടെ ഉള്ളിലെ ഈ വ്യാവസായീകരണവും ഉപഭോഗ സംസ്കാരവും അവർക്ക് നൽകിയ പല വൂണ്ടുകളുണ്ടല്ലോ, അവയ്ക്കുള്ള ഹീലിംഗ് ആയിരിക്കും. ആ ഹീലിംഗ് നടക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇവിടെ സഹവസിക്കുക എന്നുള്ള ഒരു പ്രോസസ്, മ്യൂച്വാലിറ്റിയുടെ ഒരു പ്രോസസ് ഡെവലപ്പായിട്ട് വരും. കൂട്ടായ പ്രവർത്തനം ഡെവലപ്പ് ചെയ്തു വരും. ഇത് ഇപ്പോ സഹവസിക്കാൻ പറ്റുന്നത് നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ആളുകളുമായിട്ടാണ്. ഇതൊന്നും അല്ലാതെ സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും അതുപോലെ സാമൂഹ്യ പ്രവർത്തകർക്കുള്ള പഠന ക്യാമ്പുകൾ നടത്താൻ പറ്റും. അവരിവിടെ വന്ന് 1-2 ദിവസം നിൽക്കുന്ന സമയത്ത് ഈ പ്രവർത്തനങ്ങളിൽ കൂടുമ്പോൾ അവരുടെ ഉള്ളിലും ഈ ഒരു ആശയം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അവിടെ അവർക്ക് ഇത് രണ്ടാമത്തെ ഒരു വീടാണ്, സ്വന്തം വീടാണെന്നുള്ള രീതിയിൽ തന്നെ. പക്ഷെ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കേണ്ടത്, ഇടയ്ക്ക് വന്ന് താമസിക്കാവുന്ന ഒരു രണ്ടാമത്തെ വീടാണെന്നുള്ള ബോധം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സത്യത്തിൽ നമുക്കിടയിലുള്ള അന്യോന്യത വളർത്താനും പങ്കാളിത്തം വളർത്താനുമാണ് സഹായിക്കുക. ഇത്രയും കൊണ്ട് നമ്മൾ ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ആയി എന്നല്ല വിചാരിക്കുന്നത്. ഇത് ഓരോ തവണ ഈ ആളുകൾ വരുമ്പോൾ, നമ്മൾ കൃഷിയുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, സംഭരിക്കുമ്പോൾ, ഉപകരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ, എൻസൈമുകൾ ഉണ്ടാക്കുമ്പോൾ, കിച്ചണിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മൾ കൂട്ടായിട്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ആദ്യം ഒറ്റയ്ക്കാണ് തുടങ്ങുന്നത്. ഞാനും എൻ്റെ ഇണയും എൻ്റെ കുടുംബവും ചേർന്ന് ഉണ്ടാക്കുക എന്നുള്ളതേ സാധിക്കുള്ളൂ. അങ്ങനെ ചെയ്ത് വേറെ ആരെങ്കിലും ഒക്കെ കൂടി വരുന്ന സമയത്ത് പതുക്കെ ഘട്ടം ഘട്ടമായിട്ട് വികസിപ്പിക്കുക. ഘട്ടം ഘട്ടമായിട്ട് വികസിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ആളുകൾ വന്ന് താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ പുതിയ വീടുകൾ ഉണ്ടാക്കേണ്ടി വരും, പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. കൂട്ടായ ഒരു വളർച്ചയുടെ ഒരു അവസ്ഥ അവിടെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അങ്ങനെ ഗ്രാജുവലായിട്ട് ഓർഗാനിക് ആയിട്ട് വികസിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. മനസ്സിലാക്കേണ്ടത് എത്രയാണ്, ഈ സുസ്ഥിര കുടിയിരിപ്പ് അല്ലെങ്കിൽ ഊര് എന്ന് പറയുന്നത് ഒരു സ്ഥലം ഉണ്ടാക്കലല്ല. അത് ഒരു ജീവിക്കുന്ന സമഗ്രമായിട്ടുള്ള എന്നുവെച്ചാൽ ലൈവായിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിത സംവിധാനമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ജീവൻ എന്നുള്ളതാണ് ഉണ്ടാവേണ്ടത്. ആ ജീവൻ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ യുക്തിയെ ഒരുപാടിട്ട് കുഴക്കി കുറെ ഉപകരണങ്ങളും സാങ്കേതികങ്ങളും ഉണ്ടാക്കിയിട്ട് കുറെ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്നതല്ല. നമ്മുടെ ജീവിതം കൊണ്ട് പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സുസ്ഥിര ജീവിതം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറുതെ ആഗ്രഹിച്ചിരുന്നാൽ പോരാ, അത് ജീവിക്കാൻ തയ്യാറാവുക. അതിനകത്ത് പോയിട്ട് അങ്ങനെ ഒരു സ്പേസ് കണ്ടെത്തി അതിനകത്ത് നമ്മൾ ജീവിച്ചു തുടങ്ങുക. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതായത് പരാശ്രയത്വം ഇല്ലാതെ സ്വാശ്രയത്വത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇതിനെ ഹോംസ്റ്റെഡ് എന്നാണ് പറയുക, ഹോംസ്റ്റെഡ് മേക്കിംഗ് എന്നാണ് പറയുക. അതിനെ കുറച്ചുകൂടി നമ്മൾ ഇക്കോ വില്ലേജ് എന്നുള്ള ആശയത്തിലേക്ക് വികസിക്കാൻ പാകത്തിൽ അതിനെ ഒന്ന് പൊക്കിക്കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഈ ഊര് അല്ലെങ്കിൽ കുടിയിരിപ്പ് എന്ന് പറയുന്നത്. അത് ബോധപൂർവമായിട്ടുള്ള ഒരു ജീവിത രീതിയുടെ കോൺഷ്യസ് ലിവിങ്ങിന്റെ ഒരു ഔട്ട്പുട്ടാണ്.
അതല്ലാതെ ഒരു സ്ഥാപനം ഉണ്ടാക്കുന്ന പോലെ, ഒരു കമ്പനി സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുന്ന പോലെ ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് ഗ്രാജുവൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിലൂടെയാണ് നമുക്ക് സുസ്ഥിര ജീവനത്തെ സ്ഥാപിക്കാൻ പറ്റുക. നമ്മൾ അവിടെയാണ് തുടങ്ങേണ്ടത്. സുസ്ഥിര കുടിയിരിപ്പ് എന്ന് പറയുന്നത് അവിടെയാണ് തുടങ്ങേണ്ടത്. അപ്പോൾ സ്വന്തം ഭൂമിയിൽ സ്വന്തം വിഭവങ്ങൾ അധിഷ്ഠിതമായിട്ട് ജീവിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും സ്വതന്ത്രരാവുക. അതിലേക്കാണ് നമ്മൾ ചെന്നെത്തേണ്ടത്. അപ്പൊ അതിലേക്ക് ചെന്നെത്താനുള്ള പ്രാഥമിക പാഠങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഏറ്റവും ലളിതമായിട്ടാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ആ ലളിതമായ രീതിയിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു വഴി, ചിന്താപദ്ധതി, അതിനുള്ള പ്രായോഗികത നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.